ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് ശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. മുൻപ് ഉരുൾപൊട്ടിയ പ്രദേശത്തിന് തൊട്ടുമുകളിലാണ് ഇന്നലെ രാത്രി മണ്ണിടിച്ചിലുണ്ടായത്. മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത അതിശക്തമായ മഴയിൽ ടൗണിൽ വെള്ളം കയറി 25 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പുകളിലേക്ക് മാറിയ കുടുംബങ്ങളുമായി റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം MLA E K വിജയനും ചർച്ച നടത്തി. ഇവർക്കുള്ള വാടക വീടുകൾ ഉടൻ കണ്ടെത്തുമെന്ന് E K വിജയൻ MLA ഉറപ്പ് നൽകി. വിലങ്ങാട് നിന്ന് സാനിയു മനോമി നമുക്കൊപ്പം ചേരുന്നു. സാനിയു മനോമി, വിലങ്ങാട് ഒന്നോ രണ്ടോ അല്ല 100ഓളം ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയതാണ്. ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ മേഖല എത്രത്തോളം അപകട സാധ്യതയുള്ളതാണ്? എന്താണ് സാഹചര്യം? സുജയ, വളരെയധികം അപകട സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100ലധികം പ്രഭവ കേന്ദ്രങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്ന വിലങ്ങാട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഒരു 4 ആഴ്ചയ്ക്ക് മുൻപ് ഉരുൾപൊട്ടി വലിയ ദുരന്തമുണ്ടായ മഞ്ഞച്ചീളി എന്ന പ്രദേശം, അന്ന് 14ഓളം വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ പ്രദേശത്തിൻ്റെ തൊട്ട് മുകളിലായാണ് അന്ന് ഇടിഞ്ഞു നിന്ന മണ്ണും മറ്റും താഴേക്ക് വന്നാണ് ഇന്നലെ ഉണ്ടായ ഒരു അപകടമുണ്ടാകുന്നത്. വലിയ മഴയെ തുടർന്നാണ് അത്തരത്തിലൊരു അപകടമുണ്ടായത്. ഈ മഴയെ തുടർന്ന് വിലങ്ങാട് ടൗണിൽ വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് വിലങ്ങാട് ടൗണിൽ മാറ്റി താമസിപ്പിച്ച ആളുകളുള്ള ക്യാമ്പിലാണ്. പാരിഷ് ഹാളിലെ ക്യാമ്പിലേക്കാണ് ആളുകളെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. 25 കുടുംബങ്ങളെയാണ് ഇന്നലെ രാത്രി മാത്രം മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ആളുകളൊക്കെ ഉണ്ട്. ചേച്ചി, ക്യാമ്പിലേക്ക് മാറി താമസിച്ചോ? ഞങ്ങൾ താമസിച്ചായിരുന്നു. ഇനിയിപ്പം പറയുന്നത് വാടക വീട് കണ്ടെത്തണം. എന്താ ചെയ്യുക? വാടക വീട്ടിൽ പോകണം. ഇനി ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, വാടക വീട്ടിലോട്ട് മാറണം. ഞങ്ങൾ നോക്കുന്നുണ്ട്. എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു? വീടിന് വെള്ളം കയറിയതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അപകട ഭീഷണിയുണ്ട്. അപകട ഭീഷണിയുണ്ട്. സാധനങ്ങളൊക്കെ ഒഴുകിപ്പോയി, ചെരുപ്പ് അതും ഇതൊക്കെ വെള്ളം വന്നിട്ട് അങ്ങനെ. വാടക വീട് കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചില്ല മോനെ, കണ്ടുപിടിക്കണം. ഞങ്ങളിങ്ങനെ വെയിലൊക്കെ, ഈടൊക്കെ വെയിലായിരുന്നു. ഞങ്ങൾ മഞ്ഞക്കുന്ന ക്യാമ്പിലായിരുന്നു. ഇവർ ഈ സ്കൂളിൽ വരുന്നു ഇവരൊക്കെ. അപ്പം ഞങ്ങൾ എന്നിട്ട് അവിടെ സുരക്ഷിത അല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ വെള്ളോട്ട് വിട്ടായിരുന്നു. അവിടെ ഞങ്ങൾ 11 ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ താമസം. വൈകിട്ട് ചേട്ടൻ്റെ മോനുണ്ട് അടുത്ത്, അവർ അങ്ങനെ വീടിന് എന്തെങ്കിലും പറ്റിയോ? വീടിന് വലിയ കാര്യമായിട്ട് പറ്റിയില്ല. പക്ഷേ താമസിക്കാൻ പറ്റിയല്ല. ഭയങ്കര എന്തെങ്കിലും ധനസഹായം മറ്റോ കിട്ടി? ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ വെച്ചാൽ അരിയും നൈറ്റിയൊക്കെ ഞങ്ങളുടെ തന്നെ വീട്ടു സാധനമൊന്നും പോയില്ലല്ലോ. അരിയും സാധനങ്ങളൊക്കെ കിട്ടില്ല. അല്ല പൈസ ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. അവിടെ താമസിക്കാൻ പറ്റില്ല? അവിടെ താമസിക്കാൻ വേനൽക്കാണെങ്കിൽ വലിയ പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ വേനൽക്ക് വെള്ളം കിട്ടുമെന്ന് അറിയത്തില്ല മക്കളെ. വെള്ളം ഉറവയെല്ലാം ആ പ്രദേശത്തുള്ള വെള്ളം മുഴുവൻ പോയി. ഉറവകളെല്ലാം ഭൂമിക്കടയിപ്പോയി. ഇപ്പോൾ ഉറവയില്ല, ഒന്നുമില്ല. എല്ലാം മരുഭൂമിയായിട്ട് ഇങ്ങനെ ഒന്നായിട്ട് കിടക്കുക. അതായത് ഭീഷണിയുള്ള പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. 25 കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. ചേച്ചി ക്യാമ്പിലല്ലേ? അതെ അതെ. വാടക വീടൊക്കെ കണ്ടുപിടിച്ചോ? ഇന്ന് ഞങ്ങൾക്കൊരു വാടക വീട് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ 4 അംഗങ്ങളുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു റൂമാണ് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് തിങ്ങി പാർക്കണം നമ്മൾ. വാടക വീട്ടിലേക്ക് പോകാൻ സർക്കാർ എന്തെങ്കിലും ധനസഹായം മറ്റോ തന്നോ? ഇതുവരെ ഒന്നും തന്നിട്ടില്ല. ഇനി തരുമോന്നും അറിയത്തില്ല. വാടക അവർ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവരും വില്ലേജിലൊക്കെ അന്വേഷിച്ചപ്പോൾ അത് ഉണ്ടാവുകയല്ലെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ എങ്ങനെയും. അതുകൊണ്ട് ഇപ്പോൾ നമുക്കിപ്പം E K വിജയൻ MLA ഉണ്ട്. MLA ഇപ്പം യോഗത്തിൽ തീരുമാനമായത് വാടക വീട് കണ്ടുപിടിച്ച് കൊടുക്കാൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ധനസഹായമൊക്കെ വേണ്ടി വരും. അതെങ്ങനെയാണ് തീരുമാനമായിരിക്കുന്നത്? അല്ല, താൽക്കാലികമായി തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ സഹായം അതിൽ പ്രതീക്ഷിക്കുകയാണ്. താൽക്കാലികമായി അവർ പണത്തെക്കൊണ്ട് ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല. അവർക്ക് കഴിയാത്ത ആളുകളാണ് കൂടുതലുള്ളതിലുള്ളത്. അത് ജനകീയമായി സംവിധാനം ഒരുക്കണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചത്. ആദ്യം ഇപ്പോൾ ഉടനെ അവരെ മാറ്റി താമസിപ്പിക്കുക, ഫസ്റ്റ് പരിഗണന മാറുക എന്നുള്ളത്. 2 അതിന് ശേഷം അവിടെ ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റി താൽക്കാലികമായി അത് നിർവഹിക്കുക. ഇതിൻ്റെ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുക. ഈ മഞ്ഞച്ചിളിയിൽ നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ബാധിച്ച ആളുകൾക്ക് ഇതുവരെയും ധനസഹായം കിട്ടിയിട്ടില്ല എന്നൊരു ആരോപണമുണ്ട്. അതിൽ വീട്, കടകൾ തുടങ്ങിയതൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെ കണക്കുകൾ കൃത്യമായി എത്തി അതിന് ശേഷമല്ലാതെ ഒരു ധനസഹായം നിർണ്ണയിക്കാൻ കഴിയില്ലല്ലോ. മാത്രമല്ല, അവരെ മാത്രമല്ല, ഭാഗികമായി തകർന്ന ഒട്ടേറെ വീടുകളുണ്ട്, കൃഷിഭൂമി പോയതുണ്ട്. അതിൻ്റെ എല്ലാം കണക്ക് 30-ാം തീയതി വരെ കൃഷിയുടെ അപേക്ഷ സ്വീകരിക്കാൻ അന്ന് നീട്ടിക്കൊടുത്തു. ഒരു അടിയന്തര സഹായം എന്ന നിലയ്ക്ക് അടിയന്തര സഹായം ലഭിക്കണമെന്ന ആവശ്യം ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. സൗജന്യ റേഷൻ വന്നിട്ടുണ്ട്, പക്ഷെ അത് കിട്ടി തുടങ്ങിയില്ലെന്ന് തോന്നുന്നു. ഈ പഞ്ചായത്തിലെ 3 വാർഡിലും. വിലങ്ങാട് ശക്തമായ മണ്ണിടിച്ചിലുണ്ടായതോടെ 25 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് ക്യാമ്പുകളിലേക്ക്. ടൗണിലടക്കം മഴ പെയ്തതോടെ വെള്ളം കയറിയിരുന്നു. വിലങ്ങാടിന് ഒരു പുനരധിവാസ പാക്കേജ്, അതിൻ്റെ പൂർണ്ണമായ രീതിയിലുള്ള ഒരു മാറ്റിപ്പാർപ്പിക്കലടക്കം വേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സേവ് വിലങ്ങാട് എന്ന രീതിയിൽ തന്നെ ഒരു ക്യാമ്പയിനിലേക്ക് കടക്കേണ്ട സാഹചര്യമായോ എന്ന് പോലും തോന്നിപ്പിക്കുന്നു ഇപ്പോഴുണ്ടായ